എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ലിസോത്തോയിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ കണ്ടു, വില്ലേജിലൊക്കെ പോയി, ഇവിടെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിലുള്ള ആഫ്രിക്കയുടെ തന്നെ ഹയ്യസ്റ്റ് പോയിന്റിലിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കണത്. അത് കഴിഞ്ഞിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് പോവുകയും വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ സ്ഥലം. പിന്നെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ അക്കോമഡേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ നിന്ന് വന്ന് താമസിക്കാനൊക്കെ, ലിസോത്തോയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് താമസിക്കാം. പിന്നെ ഇപ്പോൾ ഇവിടെ അധികം സ്നോ ഒന്നുമില്ല കേട്ടോ. നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ മൊത്തം ഫുള്ള് സ്നോ ആയിരിക്കും കേട്ടോ. ഇവിടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈയസ്റ്റ് പബ് ഇൻ ആഫ്രിക്ക, 2874 മീറ്റർ കേട്ടോ ഹൈറ്റിലിരിക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇന്നിപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. ഇതിപ്പോൾ താഴെ കണ്ടില്ലേ, ഈ താഴെ ഈ മലകൾ ഇറങ്ങി താഴേക്ക് ഇനി പോകണം. അതിലെയാണ് കേട്ടോ ഞങ്ങൾ കയറി വന്നത് തന്നെ. ഇനി താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, പറന്ന് പോണ പോലെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ലഞ്ച് മെനു. അപ്പോൾ ഞാൻ ഒരു വെജിറ്റബിൾ സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറി, റൈസൊക്കെ ആയ ഒരു മീലും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെവി ഫുഡൊന്നും കഴിക്കണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്ത് പോകേണ്ടതല്ലേ താഴേക്ക്. അതാണെങ്കിൽ വഴിയൊക്കെ മോശമായ കാരണം കുലുങ്ങിയൊക്കെ പോകേണ്ട വരും. അപ്പോൾ അത് കാരണം വല്ല ഛർദിയൊക്കെ ഉണ്ടായാലോ, അത് കാരണം ഹെവി ഫുഡൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. പിന്നെ ഇവിടെ എല്ലാവരും വന്ന് ഡ്രിങ്ക്സൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ ഡ്രൈവ് ചെയ്തൊക്കെ പോകേണ്ട കാരണം അങ്ങനെ വാങ്ങിക്കൊന്നും ചെയ്തില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഹയ്യസ്റ്റ് പബ്ബ്. ഇനിയിപ്പോൾ ഇവിടെ കണ്ടു, ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴേക്ക് ഞങ്ങൾ പോവാണ്. ഇനി റൂമിലേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ദേ ആ കാണുന്നതാണ് ഇമിഗ്രേഷൻ്റെ ഇതൊക്കെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പാസ്പോർട്ടൊക്കെ കാണിക്കണം. അവർ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തു കേട്ടോ. ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേരുണ്ട് വണ്ടിയിൽ അതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ കടത്തി വിടുള്ളൂ. പിന്നെ പാസ്പോർട്ടിൽ സീൽ വെക്കുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക, ഇത് ലിസോത്തോ ബോർഡർ സൗത്ത് ആഫ്രിക്കൻ ബോർഡറിലേക്ക് കടക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ദേ ഇപ്പോൾ ലിസോത്തോന്ന് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് കടക്കാൻ പോവാം. ലിസോത്തോ എന്ന് പറഞ്ഞ ഒരു കൺട്രിയാണ്. ആ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക്, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാം കേട്ടോ. ഇവിടെ വിസയൊക്കെ എടുക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. വരണ അന്ന് തന്നെ അവർ വിസ അടിച്ചു തരും. ഇപ്പോൾ ഇവിടെ ഇമിഗ്രേഷനിലൊന്നും ഒരു കുഴപ്പമില്ല, പൈസയൊന്നും കൊടുക്കണ്ട. വണ്ടിയുടെ ഒരു കുറച്ച് പൈസ മാത്രം, വണ്ടി അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകണ കാരണം, വേറൊരു കൺട്രിയിലേക്ക് കൊണ്ടുപോകണ കാരണം അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ആ റെസ്റ്റോറൻറ്റൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ അധികം ആ കൊക്കകളൊന്നും കാണില്ല. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് പേടിയാവും. നല്ല പോലെ കുലുങ്ങിയാണ് കേട്ടോ വണ്ടി പോണത് തന്നെ. എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റണില്ല, നല്ല ഷേക്കിംഗ് ഉണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പറ്റാവുന്നതൊക്കെ പിടിക്കാം. പറ്റാതെ വരുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ 4:40 ആയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനില്ലേ, ഇത് കുലുങ്ങി തന്നെയാണ് കേട്ടോ പോണത്. വഴിയൊക്കെ ഭയങ്കര മോശം. ഇപ്പോൾ താഴേക്ക് നോക്കിയും ഭയങ്കര കൊക്ക പോലെയാണ് കേട്ടോ. നമ്മളൊരു റോഡിൻ്റെ തുമ്പത്തെ കൂടെ പോണ പോലെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിച്ച് പോകാനൊക്കെ. അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോൾ പേടിയുണ്ട് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് വീതി തോന്നുന്നതാണ് കേട്ടോ, സൂം സിസ്റ്റം ഉള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ വഴി ഭയങ്കര ചെറിയ വഴിയാണ് കേട്ടോ. ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അത് പതുക്കെ നമ്മൾ സൂക്ഷിച്ച് പോകണം. മറ്റൊരു വണ്ടിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരാനൊന്നും പറ്റില്ല. അതുപോലത്തെ വഴിയാണ് കേട്ടോ. കുണ്ടും കുഴിയും ഒക്കെ ഉള്ള വഴിയാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് താഴെ എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ 4:30 ഒക്കെ കഴിഞ്ഞില്ല, 4:45 എന്നാലും ഭയങ്കര ഇരുട്ട് പോലെയാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് കേട്ടോ. -2 ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ.
കാറ് മുകളിലേക്ക് പോണതാണ് കേട്ടോ. അവിടെ ആകെ വണ്ടി കേടാവുകയൊക്കെ ചെയ്തു, സ്റ്റക്കായിട്ട് അവിടെ കിടക്കാണ്. അപ്പോൾ വേറൊരു വണ്ടി വന്ന് അത് കയറുകൊണ്ട് കെട്ടി ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. റിവേഴ്സ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ് അവർ ചെയ്യണത്. പിന്നെ ആ വണ്ടി ഓടിക്കണ ആൾക്ക് തന്നെ നല്ലപോലെ ഈ റൂട്ടൊക്കെ പരിചയമുള്ള കാരണം അയാൾക്ക് ബാക്കിലേക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതിപ്പോൾ നമുക്കൊക്കെ മുമ്പിലോട്ട് എടുക്കുമ്പോഴും നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ടൂറിസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ആ ഡ്രൈവർക്ക് എപ്പോഴും ഈ ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഈ വഴിയൊക്കെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ആൾക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പോലെയാണ് കാറ് വലിച്ചു കൊണ്ടുപോകണത് തന്നെ. പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വണ്ടി വരണം നോക്കിയാൽ പതുക്കെയാണ് കേട്ടോ വരണേ. പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, ഐസ് മെൽറ്റായതൊക്കെ. അപ്പോൾ പതുക്കെ വരണേ. എനിക്ക് കാറിലിരിക്കണേലും കാറിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതിനേലും ഭേദം കുറച്ചിടയൊക്കെ എത്തുമ്പോൾ ഞാനൊന്ന് പതുക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ ഇറങ്ങിയാലും ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. അപ്പം അത് കാരണം പിന്നെയും പേടിച്ച് പിന്നെ കാറിലിരിക്കും. പിന്നെ ഈ വളവൊക്കെ ഇറങ്ങുമ്പോഴാണ് ഭയങ്കര പാട്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മറിഞ്ഞങ്ങോട്ട് കൊക്കയിലേക്ക് വീഴുമെന്നൊക്കെ തോന്നും. അതുപോലെയാണ്. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നാണ് പ്രാർത്ഥന. പിന്നെ നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് കിട്ടാതെ വരെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ പോലും ഇവിടെ ഒരൊറ്റ മനുഷ്യരും ഇല്ല കേട്ടോ. അതാണ് കൂടുതലും പേടി. ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് വരാത്ത കാരണം ഈ സമയത്ത് അധികം ആൾക്കാരുണ്ടായില്ല ഞങ്ങൾ വന്ന സമയത്ത്. അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, ഇവിടെ എത്താനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എന്തായാലും വന്നു പോയില്ലേ, കുറച്ചൊക്കെ നമുക്ക് ലൈഫിൽ റിസ്ക് എടുത്താലല്ലേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി കാണാൻ പറ്റുള്ളൂ, എന്തൊക്കെയാണെന്ന് അറിയാനും പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ റിസ്ക് എടുത്ത് പോകുന്നതാണ്. പിന്നെ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വണ്ടി ഓടിച്ച് താഴേക്ക് പോവാനായിട്ട്.
കുലുക്കമുണ്ട്. പിന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ക്യാമറയൊക്കെ പിടിക്കാൻ ഭയങ്കരമായിട്ട് ഷേക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറി പോകണമെന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ ലിസോത്തോയിലൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് താഴെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ഇപ്പോൾ അങ്ങോട്ടാണ് തിരിച്ചു പോണത്. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ കാലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോണത്. ഒരു ഫാം ഹൗസിലാണ് താമസിക്കണത്. പിന്നീട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവും. കൂടുതൽ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കണത് തന്നെ കേട്ടോ. പിന്നെ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒന്ന് ശരി കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ, ബൈ.